ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം അങ്ങ് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. ചായയും കുടിച്ച് പത്രം വായിക്കാൻ പോകുന്ന പോക്കാണ് ചായയായിട്ട്. പത്രമൊക്കെ ഓടിച്ചിട്ടൊന്ന് വായിച്ചിട്ട് വന്ന് അപ്പോൾ അടുക്കള ഇന്നലെ വൈകിട്ട് വെച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കുവാണേ. പിന്നെ രാവിലത്തേന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണേ. ചപ്പാത്തി ഞാൻ അപൂർവമായിട്ട് ഉണ്ടാക്കാറുള്ളൂ. എപ്പോഴും പാക്കറ്റ് ചപ്പാത്തിയാണ് മേടിക്കുന്നത്. അപ്പോൾ ഇന്ന് ഓർത്തൊന്ന് ഉണ്ടാക്കാം, എപ്പോഴും മേടിച്ച് കഴിക്കുന്നതും നല്ലതല്ലല്ലോ എന്ന് ഓർത്തൊന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഒന്നും ഉണ്ടാക്കുന്നില്ല. കാരണം എനിക്കിന്ന് ടൗണിലൊക്കെ പോകണം, 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ സ്കൂളൊക്കെ തുറക്കാനുണ്ട്, അവരുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് പോകുന്ന കാരണം രാവിലത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്തു വെക്കുന്നുള്ളൂ. അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയുള്ള ഗോതമ്പ് പൊടി, ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടി എടുത്ത് പാനിലേക്കിട്ട് ഇനിയിപ്പോൾ വെള്ളം തിളപ്പിച്ച് അതൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ നല്ല തിളച്ച വെള്ളത്തിലാണ് മാവ് കുഴയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുമേ. വലിയ ഷേപ്പിലൊന്നും ഉണ്ടാക്കത്തൊന്നുമില്ല, അതൊന്നും എനിക്കറിയത്തില്ല, മേക്കോന്നൊക്കെ ഇരിക്കും. എന്നാലും സംഭവം നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ തിളച്ച വെള്ളത്തിൽ കുഴയ്ക്കുന്ന കാരണമേ. പിന്നെ അല്പം പഞ്ചസാരയും കൂടെ അതിൽ കൂടെ ചേർക്കും. അപ്പം നല്ലൊരു ടേസ്റ്റും വരും, ഒരു മധുരപ്പൊക്കെ വരുവേ. കുട്ടികളൊന്നും എഴുന്നേറ്റില്ല, അവർ നല്ല ഉറക്കമാണ്. അപ്പോൾ അവർ എണീക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ജോലിയൊക്കെ തീർത്ത് വെക്കുവാണെങ്കിൽ പിന്നെ അവർ എണീറ്റ ഉടനെ റെഡിയായി എനിക്ക് ടൗണിലേക്ക് പോകാമല്ലോ. അപ്പോൾ അവർ എണീക്കുന്നതിന് മുമ്പ് ചപ്പാത്തി എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടി ഇന്നെല്ലാം ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇച്ചിരി നേരത്തെ ഞാൻ എണീക്കുകയും ചെയ്ത്. അപ്പോൾ ചില എണ്ണയും കൂടെ തടവുന്നുണ്ട്, എണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ഏകദേശം കുഴച്ചെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, അത് ഭയങ്കര ഒരു ടാസ്ക്കാണ് എന്നെ സംബന്ധിച്ച് ചപ്പാത്തി പരത്തി ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ അതെടുത്തിട്ട് അവിടെ എല്ലാം തുടച്ച് വെച്ച് പാത്രം എല്ലാം കഴുകാൻ കൊണ്ട് സിങ്കിലിടുന്നുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. അപ്പോൾ എൻ്റെ ചപ്പാത്തി ഇങ്ങനെയൊക്കെയാണ് ഞാൻ പരത്തിയൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആരും എന്നെ കളിയാക്കരുതേ, ഇതുവരേക്കും ഞാൻ ചപ്പാത്തി പരത്താൻ പഠിച്ചിട്ടില്ലേ നിങ്ങൾ വിചാരിക്കുവേ. എന്താണെന്നറിയത്തില്ല, എനിക്ക് ഷേപ്പിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട്, പക്ഷേ എപ്പോഴും ഒരു ഷേപ്പ് കിട്ടാറില്ല ചപ്പാത്തിക്ക്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എല്ലാവർക്കുമായിട്ടുള്ള ചപ്പാത്തിയൊക്കെ കുഴച്ച് പരത്തി ഇനിയിപ്പോൾ അത് ചുട്ടെടുക്കണം. ഇപ്പോൾ കാസറോളിൻ്റെ അകത്ത് വെക്കണുണ്ട്. അപ്പോൾ പിന്നെ അവരൊക്കെ എണീറ്റ് വരുമ്പോൾ അത് കഴിച്ചോളുമല്ലോ. പിന്നെ ചിക്കൻ കറി വൈകിട്ട് വെച്ചത് അത് ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതും ഇരിപ്പുണ്ട്. വലിയ ജോലികളൊന്നും രാവിലെ ഇല്ല. പിന്നെ ഇന്നലെ വൈകുന്നേരം മുറ്റമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. മുറ്റമൊന്നും ക്ലീൻ ചെയ്യാനില്ല, തുണിയും വാഷ് ചെയ്യാൻ ഇന്നൊന്നുമില്ല. അപ്പം ഇന്ന് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടൊന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മാത്രം മതി. അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി. ചപ്പാത്തിയും ചിക്കൻ കറിയും ഇവിടെ എല്ലാവരുടെയും ഫേവററ്റാണ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിയും ചിക്കൻ കറിയും. അപ്പോൾ അവരും കഴിച്ചോളും. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ പുറകെ നടക്കേണ്ട ആവശ്യമില്ല, അവരത് കഴിച്ചോളും. വേറെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ പുറകെ തിന്നെന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ഇഷ്ടമുള്ളതായതുകൊണ്ട് കഴിച്ചോളും. ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കാസറോളിൻ്റെ അകത്ത് ആക്കി അത് മേശപ്പുറത്ത് കൊണ്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ പാത്രം എല്ലാം കഴുകാൻ കൊണ്ടുവരണം. ഇനി പാത്രം കഴുകാണ് വലിയൊരു ടാസ്ക്. അപ്പോൾ സിങ്ക് നിറച്ച് ഏകദേശം ചായ കുടിച്ച പാത്രവും ചായ വെച്ച പാത്രവും ചപ്പാത്തി ഉണ്ടാക്കിയ പാത്രവും എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പാത്രം എല്ലാം കഴുകി വെച്ച് എല്ലായിടും ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലായിടും ഒന്ന് തുടച്ചിടുവാണേ. അത് കഴിഞ്ഞിട്ട് വേണം പോയി കുളിച്ച് റെഡിയായിട്ട് പോകാൻ വേണ്ടി. അപ്പോൾ കൈയോട് തന്നെ എല്ലാം തുടച്ചൊക്കെ ഇട്ടിട്ട് പോയാൽ വരുമ്പോൾ എല്ലാം നല്ല നീറ്റായിട്ട് കിടക്കുമല്ലോ. പിന്നെ നമ്മൾ എല്ലാം വലിച്ചു വാരിയിട്ട് പോയാൽ വരുമ്പോൾ തന്നെ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകും. അപ്പോൾ ഞാൻ എപ്പോഴും മാക്സിമം ജോലി കഴിഞ്ഞ ഉടനെ അന്നേരം എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ കുളിയും കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും, എൻ്റെ സെൽഫ് കെയറും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ എത്ര തിരക്കാണെങ്കിലും നമ്മളെയും കൂടെ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ലോഷനൊക്കെ തേക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തേച്ച് റെഡിയായിട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, വേറെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.